ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ക്രാഫ്റ്റ് ചെയ്യാനുള്ള പണിയായുധങ്ങളൊക്കെ എടുത്ത് വെച്ച് ഈ ക്ലോക്കിൻ്റെ താഴെ തൂക്കിയിട്ടിരിക്കുന്ന ഈ ഫോട്ടോ എടുത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് കളയാം. പണ്ട് ഞാനൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന കഴിവ് ഏറെ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും നടക്കാറില്ല. അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് പിന്നിലൊരു കഥയുണ്ട്. ഞങ്ങൾ 7 പേരായിരുന്നു ഈ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരാൾ എൻ്റെ കസിനായ ഗാഥ. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ് ഇത്. അപ്പോൾ കഥ ഞാൻ വഴിയേ പറയാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഫ്രെയിം ചെയ്യാനുള്ള ഒരു A4 ഷീറ്റ് എടുക്കാം. അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും അരുവും മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിൽ. ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഈ ഫോട്ടോ എടുത്ത് പേപ്പർ വെച്ച് നമുക്ക് ചുമ്മാ ഒരു ഫ്രെയിം ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതായിരുന്നു, പക്ഷേ മറന്നുപോയി. അങ്ങനെ യൂട്യൂബിൽ ഒന്നും കൂടി നോക്കി A4 ഷീറ്റും തപ്പിയെടുത്ത് ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഇരിക്കുക. കുറഞ്ഞ ചിലവിൽ വെറും A4 ഷീറ്റ് മാത്രം വെച്ച് നമുക്കൊരു ബോർഡർ ഉണ്ടാക്കി എടുക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഫ്രെയിം. അങ്ങനെ ഞാനൊരു പേനയും പേപ്പറും ഒക്കെ എടുത്ത് 1 സെന്റിമീറ്റർ നീളത്തിൽ കുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുത്ത് ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് 4 സൈഡിലും ഇങ്ങനെ ബോർഡർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അറ്റത്തേക്കൂടെ 4 കളം വരച്ച് വെക്കുകയല്ല വേണ്ടത്, നമ്മുടെ ഫോട്ടോയുടെ സൈസ് അനുസരിച്ചിട്ടാണല്ലോ വരയ്ക്കുക. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ പിന്നെ ഒന്നുകൂടി ആ ഫോട്ടോയുടെ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അങ്ങ് വെച്ചു, ഏകദേശം അഡ്ജസ്റ്റ് ആക്കി. അങ്ങനെ ഞാൻ വരച്ചെടുത്ത സാധനത്തിൻ്റെ അറ്റത്തുള്ള സ്ക്വയേഴ്സ് എല്ലാം കട്ട് ചെയ്തെടുത്ത് പിന്നെയും 1 സെന്റിമീറ്റർ ഇങ്ങനെ അടയാളപ്പെടുത്തി. എന്നിട്ട് ഇനി ആ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കട്ട് ചെയ്യണം. അങ്ങനെ ത്രികോണവും മൂലയും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിങ്ങനെ മടക്കി എടുക്കുക. സംഭവം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക. ഞാൻ കട്ടിയുള്ള പേപ്പർ അല്ല എടുത്തത്, അതുകൊണ്ട് അതിൻ്റെതായ അപാകതകൾ. പിന്നെ നമ്മളിതൊരു തട്ടിക്കൂട്ട് ഫ്രെയിം ആണല്ലോ, അതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ടി സെറ്റാക്കും. അതാണല്ലോ കഴിവ്. അപ്പോൾ ഇത് വെറുതെ മടക്കിയാൽ മാത്രം പോരാ, ഈ മടക്കിയിരിക്കുന്ന സാധനത്തെ കൂടെ നമ്മൾ പശ തൂത്ത് വെക്കണം. അങ്ങനെ തീരാറായ ഒരു പശ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ മാക്സിമം ഞെക്കിയെടുത്ത് ഈ പശ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ പശ തേക്കുന്ന ടൈമിൽ ഞാൻ ഇതിൻ്റെ സ്റ്റോറി പറയാം. ഈ ഫോട്ടോയുടെ ഞങ്ങൾ 7 പേരായിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഗാഥ മാത്രമായിരുന്നു ഡിഗ്രി പഠിക്കുന്നത്. ഞങ്ങൾ ഈ 6 LLB-കാരുടെ കൂടെ അവൾ മാത്രമായിരുന്നു ഓടുക. അങ്ങനെ ഓടുവണ്ണായിട്ട് അവൾക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാനും ചോട്ടും ഗാഥയും ആദ്യം മുതലേ തന്നെ ഹോസ്റ്റലിൽ ഒരുമിച്ചായിരുന്നു. നേരെ എടുത്ത വീഡിയോയുടെ ക്ലിപ്സുകളൊക്കെയാണ് കേട്ടോ ഇത്. ഇവളുടെ ഫ്രണ്ട്സ് അല്ല എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ എല്ലാവരുടെയും കോമൺ ഫ്രണ്ട്സായി മാറി അത് കഴിഞ്ഞ്. അപ്പോൾ ഈ കൂട്ടത്തിലുള്ളത് അവളുടെ കൂട്ടുകാരും കൂടിയാണ്, ഗംഗ, സൂര്യ, ദേവിക, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം അവളുടെ ബർത്ത്ഡേക്ക് എല്ലാവരും കൂടി വന്ന് ആഘോഷിച്ച ഫോട്ടോയാണ് ഇത്. അപ്പം അങ്ങനെ ഈ ഫോട്ടോയുടെ പിന്നിലെ കഥ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഫ്രെയിം സെറ്റാക്കി. കുറേ നാളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ ടച്ച് വിട്ടുപോയത്. അങ്ങനെ ഏകദേശം ആക്കി പെറുക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അല്ലേ? കുറച്ചുകൂടി കട്ടിയുള്ള പേപ്പറിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പിന്നെയും തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. ഇതിനകത്ത് നടുക്കിയിരിക്കുന്നതാണ് കേട്ടോ ഗാഥ. അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ ഫ്രെയിം ചെയ്തിട്ട്? കൊള്ളാല്ലേ? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഗായ്.